എൻ്റെ പേര് KJ അഗസ്റ്റിൻ ജോണി എന്നാണ്. ഇവിടെയുള്ള എല്ലാവരും എന്നെ ജോണി വാക്കർ എന്ന് വിളിച്ചേ പരിചയമുള്ളൂ. ഞാൻ ഒരു 3 മണിക്ക് എണീക്കും. ഇപ്പോൾ കറക്റ്റായിട്ടൊരു 3 മണിക്ക് എണീറ്റ് ഒരു അരമണിക്കൂർ എൻ്റെ സ്വന്തം പണിയെടുത്ത് 3 മണി കഴിഞ്ഞ് 3:30 ആകുമ്പോൾ പശുവിന് വെള്ളം കൊടുക്കും. പശുവിന് വെള്ളം കൊടുത്ത് തീറ്റ കൊടുത്ത് പാല് കറക്കാൻ തുടങ്ങും. ഒരു 4 മണി 4:30 5 മണിയാകുമ്പോൾ പാലിൻ്റെ എല്ലാം പരിപാടി തീരും. പാല് കറന്നുകൊണ്ട് ഞാൻ അങ്ങനെ നേരെ ഓറഞ്ച് കൗണ്ടി റിസോർട്ടിൽ പോയി. റിസോർട്ടിൽ പോയി അത് പാൽ അവിടെ കൊടുക്കും. റിസോർട്ടിൽ കൊടുത്ത് അവിടുന്ന് അവിടെയുള്ള വേസ്റ്റുകൾ, ഫുഡ് വേസ്റ്റ്, പച്ചക്കറി വേസ്റ്റ്, ഇതെല്ലാം ഞാൻ അവിടെ നിന്ന് എടുത്ത് ഒരു 5:30 6 മണിയാകുമ്പോൾ വണ്ടിയിൽ കയറ്റി ഇങ്ങോട്ട് വരും. അതിൽ നിന്ന് ഉള്ള പച്ചക്കറി വേസ്റ്റ് കൊണ്ടുവന്ന് പശുവിന് കൊടുക്കും. ബാക്കിയുള്ള ഫുഡ് വേസ്റ്റ് അത് ഞാനൊരു ഫോം തുടങ്ങിയിട്ടുണ്ട് ഇവിടെ, പന്നി ഫോം. അവിടെ ഒരു 10-30 പന്നിയുണ്ട് ഇപ്പോൾ. ഞാൻ എൻ്റെ മലയാളിനോട് പറഞ്ഞു, മലയാളി എനിക്കിങ്ങനെ ഒരു പന്നിക്കൂട് വേണം, ഒരു പന്നി കൃഷി ചെയ്യാൻ, അപ്പോൾ നമ്മുടെ ഹോട്ടലിൻ്റെ വേസ്റ്റ് എല്ലാം കൊണ്ട് അതിന് കൊടുക്കാം എന്ന് പറഞ്ഞ പോലെ തന്നെ എനിക്ക് വലിയൊരു പന്നിക്കൂട് വേണ്ടത് വന്നു. ഈ കണ്ണി കണ്ട തിന്നുന്ന വേസ്റ്റ് അതെല്ലാം കൊണ്ടുപോയിട്ട് നമ്മൾ അവിടെ കൊണ്ടുപോയിടും, ഇവിടെ കൊണ്ടുപോയിടും. അത് ചീഞ്ഞ് നാറി അവിടെ കൊതുക്, ഈച്ച ഇതെല്ലാം വരും. അപ്പം ഞാൻ അതിൽ നിന്നൊരു ഉപയോഗം കണ്ടുപിടിച്ച ഈ സാധനം കൊണ്ട് പന്നിക്കിട്ടാൽ നമുക്കൊരു പൈസയായി നല്ലൊരു ആദായമായിട്ട് എനിക്ക് തോന്നി. ഇത് നമ്മൾ ഈ പശു തിന്നാത്തതും പന്നി തിന്നാത്തതും ഓരോ സാധനങ്ങൾ ഇതിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ കമ്പോസ്റ്റ് ചെയ്യാണ്. ഇത് എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യം ഒരു സ്റ്റെപ്പ് ചപ്പിടും. ഒരു അരയടിക്ക് ചപ്പിട്ട് നല്ല ലെവൽ ചെയ്ത് അതിൻ്റെ മേലെ ചാണാനിട്ട് എല്ലാം ഒന്ന് ലെവലാക്കിയതിന് ശേഷം പിന്നെ ഒരു സ്റ്റെപ്പ് കൊണ്ട് ചപ്പിട്ട് പിന്നെ അതിൻ്റെ മേലെ നമ്മൾ ഈ പശു പന്നി ഒന്നും ഉപയോഗിക്കാത്ത സാധനങ്ങൾ, അതായത് ചായപ്പൊടി, ചകിരിത്തൊണ്ട്, മുട്ടത്തോല്, പിന്നെ അങ്ങനെയുള്ള വേസ്റ്റുകൾ കൊണ്ടുവന്ന് ഈ ചപ്പിൻ്റെ മേലെ ലെവലിട്ട് അങ്ങനെ സ്റ്റെപ്പായിട്ട് വരും. അതൊരു 10-40 ദിവസം കഴിയുമ്പോൾ ഇത് ഫുള്ളാകുമ്പോൾ ഞങ്ങൾ അടച്ചു എല്ലാം ബന്തോസാക്കി വെക്കും. ബന്തോസാക്കി വെച്ചതിൻ്റെ ശേഷം ഇത് 90 ദിവസം ആകുമ്പോൾ നല്ല പൊടിയായി നല്ല ഓർഗാനിക് വളമായി വരും. പേപ്പർ, പ്ലാസ്റ്റിക്, സോപ്പ്, ചീപ്പ്, കണ്ണാടി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ വരുന്നത്. ഇത് ഞങ്ങൾ സെപ്പറേറ്റായിട്ട് മാറ്റി തരം തിരിച്ചെടുക്കും. 15 ഐറ്റം സാധനം വരും. ഈ 15 ഐറ്റം സാധനം ഞങ്ങൾ ഓരോരോ സ്ഥലങ്ങൾ തിരിച്ച് വേറെ ആക്കി എടുത്ത് ഞങ്ങളത് പുറത്ത് വിൽക്കുമ്പോൾ ഞങ്ങൾക്കൊരു മാസം ഒരു 3-4,000 റുപ്യോളം ഞങ്ങൾക്കിതിന് വരുമാനം വരും. ഇതിൽ ജോലി ചെയ്യുന്ന മറ്റാരും വിളിച്ച് വരാത്തതുകൊണ്ട് ഞാനും എൻ്റെ ഭാര്യയും കൂടെയാണ് ഈ ജോലി ചെയ്യുന്നത്. ഞാൻ എൻ്റെ അനുഭവത്തിൽ കണ്ടുവരുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങൾ അത് ഓരോ ചെടികളും വള്ളികളും മരങ്ങളും പ്ലാവ്, ചക്ക, കപ്പളങ്ങ നമ്മളിതൊക്കെ തിന്ന് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ ഇന്ന് അതെല്ലാം നശിച്ച് പോവുകയാണ്. പണ്ടെല്ലാം നമ്മൾ പോലെ കണ്ട കൃഷി ചെയ്യുന്നുണ്ടായിരുന്നു. ഇന്ന് നമ്മളുടെ നാട്ടിൽ എവിടെ പോയി നോക്കിയാലും കണ്ടത്തിനെല്ലാം മണ്ണ് കൊണ്ടുപോയിട്ട് നിരപ്പാക്കി അതിന് മേലെ ബിൽഡിങ് കെട്ടി കണ്ടം എന്നൊരു സാധനത്തിൻ്റെ ഈ സ്വാമി. നമ്മൾ നമ്മുടെ ഭൂമിയെ സംരക്ഷിച്ചാൽ ഭൂമി നമ്മളെ, നമ്മുടെ മക്കളെ സംരക്ഷിക്കും എന്നുള്ളൊരു കാര്യം